ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ഷവർമൻ്റെയും പിസ്സൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഓവണിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സാധാ ഗ്യാസ് അടുപ്പുമേ തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഓവൺ ഇല്ലാതെ എങ്ങനെയാണ് ഉള്ളിൽ വെന്ത് കിട്ടുമോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ല ഉള്ളൊക്കെ വെന്ത് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കണം. അപ്പം അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു അരക്കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബാറ്റർ നല്ലോണം കൈവച്ചിട്ട് നല്ലോണം മിക്സാക്കി കുഴച്ചെടുക്കണം. അപ്പോൾ 1-2 മിനിറ്റ് നേരം ഒന്ന് നല്ലോണം കുഴച്ചെടുക്കുക. പിന്നെ ഇത് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ മുകളിൽ കുറച്ച് ഓയിലൊക്കെ തടവിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മയോണീസാണ്. അപ്പോൾ അത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലൊക്കെ അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 കപ്പ് ചെറിയ പീസാക്കിയിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു പുളീൻ്റെ ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇനി നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയെടുക്കുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്ന് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം മിക്സാക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടണം. അപ്പോൾ അത് നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്, ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് വരും. അപ്പോൾ അതിനാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള വെല്ലുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് ഏകദേശം ഒന്ന് കുക്കായി വരണം. അപ്പോൾ അതാ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കാപ്സിക്കം ചെറുതായി കട്ടാക്കിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇത് നല്ലോണം മിക്സാക്കി 1-2 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇതാ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അത് നല്ലോണം കൈ വെച്ചിട്ട് നല്ലോണം മിക്സാക്കി കുഴച്ചെടുക്കുക. ഇനി ഇത് 2 പീസാക്കിയിട്ട് നമുക്ക് മാറ്റണം. ഇപ്പോൾ ഇതാ കുറച്ച് പൊടി വിതറി കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച ആ ഒരു ഡോ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് 2 പീസാക്കി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിൽ ഒരു പീസ് നല്ലോണം നമ്മൾ ഏതാണോ പാത്രം എടുക്കുന്നത് അതിൽ കണക്കായിട്ടുള്ള വട്ടത്തിൽ പരത്തിയെടുക്കണം. അപ്പോൾ അതാ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം. ഇതിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ ഷെസ്വാൻ സോസോ അല്ലെങ്കിൽ പിസ്സൻ്റെ സോസോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അത് നല്ലോണം മിക്സാക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അതും മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കവർ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും സൈഡിലും ഒക്കെ ആയിട്ട് വരുന്ന രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മയോണീസും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് തോനെ തന്നെ മയോണീസ്. ഇനി അതിൻ്റെ മുകളിൽ ഒറിഗാനോ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ്. പിസ്സൻ്റെ ഒക്കെ ടേസ്റ്റായിട്ട് കിട്ടും. പിന്നെ ഇതാ മോസറല്ല ചീസ് നല്ലോണം ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തോളൂ. ഇനി അടുത്ത മാവ് നല്ലോണം പരത്തിയെടുക്കുക. ആ ഒരു പാത്രത്തിൻ്റെ വട്ടത്തിൽ കണക്കാക്കിയിട്ട് പരത്തിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി സൈഡൊക്കെ നല്ലോണം ഒട്ടിച്ച് കൊടുക്കുക. ഒരു തവി വെച്ചിട്ട് നല്ലോണം സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കൈലിൻ്റെ അടിഭാഗം വെച്ചിട്ട്. അപ്പോൾ അതാ ഇനി അതിൻ്റെ മുകളിലേക്ക് മോസറല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ സോസ് ഒന്ന് മുകളിൽ 1-2 ഡ്രോപ്സ് ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നല്ലോണം ചൂടാക്കി ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയിടാം. പിന്നെ അതിലേക്ക് ഈ ഒരു ബാറ്ററിൻ്റെ പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഒരു 50 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ നമ്മളെ ഈ ഒരു ഷവർമ പിസ്സ കേക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഉള്ളൊക്കെ നല്ലോണം വെന്ത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇത് മുറിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ റെസിപ്പീസ് ഈ ഒരു ചാനലിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോഴേ ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ എല്ലാവർക്കും വരുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.